ഹായ് ചങ്ങാതിമാരെ, എംസോൺ വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ യാത്ര മൺട്രോ തുരുത്തിലേക്കാണ്. കൊല്ലത്ത് നിന്ന് ഏകദേശം 27 കിലോമീറ്റർ ദൂരത്തിലാണ് മൺട്രോ തുരുത്ത്. 8ഓളം ചെറുദ്വീപുകളുടെ കൂട്ടമാണ് അഷ്ടമുടിക്കായലിലെ മൺട്രോ തുരുത്ത്. ചെറുതോടുകളും കായലും കനാലുകളും പരസ്പരം വേർതിരിക്കുന്ന ദ്വീപുകൾ തെങ്ങിൻ തോപ്പുകളുടെയും മത്സ്യസമ്പത്തിൻ്റെയും കേന്ദ്രമാണ്. തിരുവിതാംകൂറിലെ പഴയ റെസിഡൻ്റ് ആയിരുന്ന കേണൽ മൺട്രോയുടെ പേരിലാണ് ഈ തുരുത്ത് അറിയപ്പെടുന്നത്. കൊല്ലച്ച് ചിതറിക്കിടക്കുന്ന ചില പ്രദേശങ്ങളുടെ കനാലുകൾ നിർമ്മിച്ച് ജലമാർഗം യോജിച്ച വ്യക്തിയാണ് കേണൽ മൺട്രോ. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി കല്ലടയാറ്റിൻ്റെയും നടക്കുന്ന ജലോത്സവം ഈ മേഖലയിലെ പ്രധാന ആഘോഷമാണ്. മൺട്രോ തുരുത്തിലൂടെയുള്ള ജലയാത്രകൾ ഗ്രാമീണ ജീവിതം അടുത്തറിയാനും സ്വച്ഛമായ ഉല്ലാസത്തിനും യോജിച്ചവയാണ്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ. ഞങ്ങളുടെ യാത്ര ഒരു വള്ളത്തിൽ 2.5 മണിക്കൂറോളം നമുക്ക് സഞ്ചരിക്കാം. 1000 രൂപയാണ്. ഏതൊക്കെയാലും നമ്മൾ ആ മൺട്രോ തുരുത്തിലൂടെ പോകുന്ന ഓരോ കാഴ്ചകൾ കണ്ട് നമുക്ക് ഇന്നത്തെ യാത്രയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം. നല്ല ഒരു പ്രകൃതി രമണീയമായ ഒരു യാത്രയാണ് മൺട്രോ തുരുത്ത്. അങ്ങനെ ചെറു തോടുകളും കൈത്തോടുകളിലൂടെ നമ്മളിങ്ങനെ നമ്മുടെ വള്ളത്തിൽ സഞ്ചരിച്ച് മൺട്രോ തുരുത്ത് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ വള്ളം നിയന്ത്രിച്ച ചേട്ടൻ. ഏതൊക്കെയാലും ആ ചേട്ടൻ്റെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെയുള്ള ആ മനോഹാരിത വർഷിച്ച ബോട്ട് യാത്ര, അതുപോലെ നമുക്ക് ഇറങ്ങി കുളിക്കാനും അധികം ആഴമൊന്നുമില്ല, മുട്ടുകാൽ വരെ ഉള്ളൂ ആഴം. ആ കാൽത്തട്ടുകളിൽ ഇറങ്ങി ഉള്ള യാത്ര മനോഹരമാണ്. അതുപോലെ തന്നെ അതിമനോഹരമായ കൊഞ്ച് ഫ്രൈയും കരിമീൻ പൊള്ളിച്ചതുള്ള ഊണും. അങ്ങനെ നമ്മുടെ യാത്ര തുടരുന്നു. നമ്മളിപ്പോൾ കാണുന്നത് മൺട്രോയുടെ ആർച്ചാണ്. നല്ല രസമാണ് ആ കണ്ടൽക്കാടിനിടയിലുള്ള ആ യാത്ര. ധാരാളം സഞ്ചാരികൾ നിരനിരയായി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് മൺട്രോ തുരുത്ത്. അഷ്ടമുടിക്കായലിൻ്റെ ഒരു വശം മൺട്രോ തുരുത്തും മറ്റൊരു വശം സാമ്പ്രാണിക്കൊടിയുമാണ്. കണ്ടില്ലേ, ഈ ആർച്ചിലൂടെ പോകാനൊക്കെ നല്ല രസമാണ്. നമ്മുടെ യാത്രയ്ക്ക് ഭംഗി കൂട്ടുന്ന ഒരു യാത്രയും കൂടിയാണ് മൺട്രോ തുരുത്ത്. അതുപോലെ യാത്രയിൽ ഒരു വീടിൻ്റെ മതിൽ കണ്ടില്ലേ, കുപ്പിയുടെ പുറം വശം മതിലാക്കി സിമെൻ്റ് തേക്കിയ ഒരു വെറൈറ്റി കാഴ്ചയും ഞങ്ങൾ കണ്ടില്ലേ. നല്ല ഭംഗിയാണ്. നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന കുപ്പികളൊക്കെ സിമെൻറ്റ് ചേർത്ത്. അങ്ങനെ എനിക്കും ഒരു പൂതി, വള്ളം തുഴയണം. ഏതൊക്കെയാലും ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, എനിക്ക് പറ്റിയ സ്ഥലത്ത് തരണമെന്ന്. അങ്ങനെ ആ തുഴയുന്നതിൻ്റെ ആ ത്യാഗം മനസ്സിലാക്കാൻ വേണ്ടി ഞാനും അങ്ങനെ ആ തുഴ അച്ഛനോട് ചോദിച്ചു വാങ്ങി കുറച്ച് തുഴയുകയും ചെയ്തു. അങ്ങനെ നമ്മൾ യാത്ര നല്ല രസമാണ്. കാരണം പ്രകൃതി അനുസരിച്ചുള്ള ആ ഒരു യാത്ര, നല്ല ഒരു കാഴ്ച നമുക്ക് പങ്കുവെക്കുന്ന ഒരു യാത്രയും കൂടിയായി മൺട്രോ തുരുത്ത് മാറിയിരിക്കുകയാണ്. ഏതൊക്കെയാലും മൺട്രോ തുരുത്തിൻ്റെ കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് അടിക്കുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ മൺട്രോ തുരുത്തിൻ്റെ വിശേഷം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത
വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ശുഭദിനാശംസകൾ നേരുന്നു. അപ്പം മൺറോത്തുരുത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ.